ഒന്ന്, നിയമങ്ങള് മനുഷ്യനിങ്ങനെ ഉണ്ടാക്കും. നമുക്ക് പാർലമെന്റ് നിയമസഭയൊക്കെ കൂടി നിയമം ഉണ്ടാക്കും. ഇത് സ്വാഭാവിക നിയമങ്ങൾക്ക് അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ ആ നിയമങ്ങൾക്ക് ഒരു കാര്യമില്ല. ഇപ്പൊ ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കണം നാളെ മുതൽ സ്ത്രീകളുടെ ഗർഭകാലം 9 മാസമൊക്കെ ചുമക്കാൻ പാടില്ല. 4.5 മാസമായിട്ട് തിരുത്തിയെന്ന് പാർലമെന്റ് പ്രഖ്യാപിച്ച നിയമം നിർമ്മിച്ചാൽ സ്ത്രീകൾ 4.5 മാസം കഴിയുമ്പോൾ പ്രസവിക്കും. ഇല്ലെങ്കിൽ മനുഷ്യന്റെ ആയുസ് 100 കൊല്ലം പോരാ, കുറച്ചുകൂടെ പഠിപ്പിച്ച 200 കൊല്ലമായിട്ട് കൂട്ടിയിരിക്കുന്നു പാർലമെന്റ് നിയമം പാസ്സൊക്കെ കൂടുവോ? ഇല്ല. സ്വാഭാവിക നിയമങ്ങൾക്ക് അല്ലെങ്കിൽ പ്രകൃതി നിയമങ്ങൾക്ക് വിരുദ്ധമായിട്ട് എന്ത് നിയമം പാസ്സാക്കിയിട്ടും ഒരു കാര്യവും ഇല്ല, അത് നടപ്പിലാവുകയില്ല. എന്ന് മാത്രമല്ല, അത് ജനങ്ങൾക്കും രാജ്യത്തിനും ലോകത്തിന് തന്നെയും വലിയ ഭീഷണിയും നഷ്ടമുണ്ട്. അതുകൊണ്ട് ഈ ജനോപകാരപ്രദമല്ലാത്ത നിയമം മനുഷ്യനുണ്ടാക്കിയതാണ്. ഇത് ഉണ്ടായി കഴിയുമ്പോൾ ഇത് നടപ്പിലാകുകയല്ല, കൊള്ളുകയല്ല എന്ന് കണ്ടാൽ തിരുത്താനുള്ള ആർജവത്വം ഇത് സർക്കാരിനും പാർലമെന്റിനും നമ്മുടെ MP-മാർക്കും MLA-മാർക്കും ഉണ്ടാകും. ആ ബോധം ഇല്ലാത്തവരാണ് നമ്മുടെ ഈ രാജ്യസഭയിലെയും ലോകസഭയിലെയും നിയമസഭയിലെയും ഒക്കെ നമ്മുടെ ജനപ്രതിനിധികൾ എന്നുള്ളതാണ് ഒന്നാമത്തെ. കാരണം നിങ്ങൾ ഈ പറയുന്നത് പോലെ ആന ചവിട്ടിക്കുന്നു. ആന ചവിട്ടുമ്പോഴ് ഈ നട്ടലിൽ വാരിലിന് ചവിട്ടുകൊണ്ട് മരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല മരിക്കാൻ. പെട്ടെന്നൊന്നും മരിക്കുകയില്ല. ശ്വാസം കിട്ടാതെ എല്ലാ വേദനയും അറിഞ്ഞ് പഠിച്ചിറക്കി ഒരു 10-15 മിനിറ്റ് കൊണ്ടേ മരിക്കാൻ പറ്റും. അല്ലെങ്കിൽ തല ചവിട്ടി പൊടിച്ചു. തലയിലല്ല ആന ആക്രമിക്കുന്നത്, നെഞ്ചിക്കൂടില്ല. ഇനി കടുവ പിടിച്ചാൽ പിന്നെ ഒരു ഗുണമുണ്ട്. മിക്കവാറും കഴുത്താണ് ഓടിക്കുന്നതെങ്കിൽ നമ്മൾ വേദന അറിയാതെ മരിക്കാൻ പറ്റും. അപ്പോൾ ഈ മരണമൊന്നും അല്ല ഞങ്ങളെ സംബന്ധിച്ചുള്ള പ്രശ്നം. ഞങ്ങളൊക്കെ എന്തെങ്കിലും ഒരു ദിവസം മരിക്കുന്നു. ഞാനിപ്പോ ഇന്ന് കുരുമുളക് പറിക്കാൻ മരത്തിന്റെ മുകളിൽ നിന്ന് താഴെ വീണ് മരിക്കാം. റബ്ബർ വെട്ടാൻ പോകുമ്പോൾ പാമ്പ് കടി ഏറ്റ് മരിക്കാം. പല വിധത്തിൽ അപകടത്തിൽ മരിക്കാം. കർഷകന് എല്ലാ അപകട സാധ്യതകളും അത് തന്നെ അതിജീവിച്ച് തന്നെയാണ് എല്ലാ ജോലിയും ചെയ്യുന്നത്. എല്ലാ രോഗങ്ങളും വരാൻ, എല്ലാ അപകടങ്ങളും വരാൻ ഞങ്ങൾക്ക് സാധ്യതയുണ്ട്. അത് ഞങ്ങൾക്കൊരു പ്രശ്നമേ. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, എപ്പോഴാന വന്ന് എന്നെ കൊല്ലുക എന്ന ഭീതിയോടുകൂടി ഒരു തൊഴിൽ ചെയ്യാൻ ഞാനാണ്. ലോകത്തിൽ വേറെ ഏത് തൊഴിൽ ചെയ്യുന്നവർ കൊണ്ട് ഇങ്ങനെ ഒരു ഭീതിയോടുകൂടി തൊഴിൽ ചെയ്യണം? അല്ലെങ്കിൽ എപ്പോഴാണ് എന്നെ കടുവ പിടിക്കുക? അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്ന ഈ കൃഷി എപ്പോഴാണ് പന്നി വന്ന് അല്ലെങ്കിൽ മറ്റു വന്യമൃഗങ്ങളും കുരങ്ങ് വന്ന് നശിപ്പിച്ചേച്ചു പോകും? എന്റെ അധ്വാന ഫലം മുഴുവന് നാളെ നഷ്ടപ്പെട്ടേക്കാം. എന്റെ ജീവന് ഇപ്പോഴ് നഷ്ടപ്പെട്ടേക്കാം. ഈ ഭീതിയോടുകൂടി ഒരു തൊഴിലെടുക്കേണ്ടി വരുന്നവന്റെ ഗതികേട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. ഇനി ഞാൻ ഈ തൊഴിൽ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. കേരളത്തിലെ എല്ലാ കർഷകരും ഞങ്ങളുടെ തൊഴിൽ ഉപേക്ഷിച്ച് വേറെ ഏത് തൊഴിലിനും പോകാൻ തയ്യാറാണ്. ഞങ്ങൾ കൃഷിഭൂമി മേടിക്കാൻ ആരും വരും? ഇവിടെ കടുവ ഇറങ്ങുന്ന, പുലി ഇറങ്ങുന്ന, ആന വരുന്ന സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വരും? ഏതെങ്കിലും സർക്കാർ ഉദ്യോഗസ്ഥൻ ഫ്രീ ആയിട്ട് ഞങ്ങൾ 10 ഏക്കർ സ്ഥലം കൊടുക്കാന്ന് പറഞ്ഞാൽ ജോലി രാജിവെച്ചു വന്ന് ഞങ്ങളുടെ ഈ വന്യമൃഗങ്ങളുടെ ഇടയ്ക്ക് കൃഷി ചെയ്യാൻ വരും? ആരും വരികയില്ല. അപ്പൊ ഞങ്ങളുടെ സ്ഥലം വിറ്റാൽ 1 രൂപയ്ക്ക് പോരും. ഇനി കുറച്ച് പൈസ അങ്ങോട്ട് കൊടുക്കാന്ന് പറഞ്ഞാൽ മേടിക്കാൻ ആളില്ല. ഞങ്ങളുടെ മക്കൾക്ക് ഞങ്ങൾക്ക് ഒരു തൊഴിൽ കൊടുക്കാൻ, ഞങ്ങളുടെ മക്കളെ ഈ രാജ്യത്ത് നിന്ന് പറയുമ്പോൾ ഈ രാജ്യത്ത് നിന്ന്, ഈ ശപിക്കപ്പെട്ട ദേശത്ത് നിന്ന് പുറത്തേക്ക് കൊടുക്കും. ഇത് എനിക്ക് എന്റെ മകനോട് പറയാൻ പറ്റും. കൃഷിക്കാർക്ക് അവരുടെ മക്കളോട് പറയാൻ പറ്റും. ഞങ്ങളുടെ മക്കൾക്ക് ഒരു പെണ്ണ് അന്വേഷിച്ചാൽ ആരെങ്കിലും ഒരു പെണ്ണ് തരും? ഒരു വിവാഹ ജീവിതത്തിലോട്ട് പ്രവേശിക്കാനായിട്ട് ഒരു കർഷക പുത്രന് സാധിക്കുമോ? ഇല്ല. ഇനി ഏതെങ്കിലും പെണ്ണിന്റെ വീട്ടിൽ ചെന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റുമോ ഈ ആന ചവിട്ടി കൊല്ലാനായിട്ട് നിങ്ങളുടെ മകളെ ഞങ്ങളുടെ വീട്ടിലോട്ട് കെട്ടിച്ചുവിടാൻ? ഒരിക്കലും സാധിക്കില്ല. അങ്ങനെ ഈ ദൈവത്തിന്റെ സ്വന്തം നാട് അല്ലെങ്കിൽ അധ്വാനിക്കുന്നവന്റെ പർദീസ ആയിരുന്ന ഈ നാടിനെ ലോകത്തിലേക്കും വെച്ച് വലിയ നരകമാക്കി മാറ്റിയ നമ്മുടെ രാഷ്ട്രീയ കക്ഷികൾ, അത് നമ്മുടെ MLA-മാര്, MP-മാര്, ഇവരാണ് ഇതിന് ഉത്തരവാദികൾ. ഇതൊന്നും വേണ്ടതേ. ആന വരാതെ നോക്കാൻ ഞങ്ങൾ കൃഷിക്കാർക്കറിയാം. ആന ഏത് വഴിക്ക് വരും, ഏത് താര വഴി വരും എന്ന് ഞങ്ങൾക്ക്. അവിടെ ഒരു കിണർ കുത്തിയിടാൻ ഞങ്ങൾ അനുവദിക്കും. ആന വന്നാൽ അതിനകത്ത് വീണു. വനംവകുപ്പ് വന്ന് ഞങ്ങൾക്ക് കേസ് എടുക്കും. ഇവിടെ കടുവ വരാതെ കൊണ്ട് ഒരു കുടുക്കോ ഒരു കൂടോ ഉണ്ടാക്കി വെച്ചാൽ, കടുവ വന്നിട്ട് കയറുന്ന സാധനം ഉണ്ടാക്കി വെച്ചാൽ ഞങ്ങൾക്കറിയാം. ഉണ്ടാക്കി വെക്കാൻ ഇവരെ അനുവദിക്കും. ഒരു കടുവയുടെ ആക്രമണം ഇല്ലാതെ ഞങ്ങൾ സൂക്ഷിച്ചമായിട്ട് ജീവിച്ചോളൂ. ഇനി അതല്ല, പന്നി വന്ന് ഞങ്ങൾ കൃഷി നിൽക്കണം. വലിയൊരു എലിക്കൂടിന്റെ വലിയ സാധനം ഉണ്ടാക്കി വെച്ചാൽ പന്നീനെ കൊല്ലാൻ ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് തന്നെ ഇപ്പൊ അറിയാവുന്ന കാഞ്ഞിരം പോലെയുള്ള വിഷങ്ങൾ കൊടുത്താൽ ഒത്തിരി ജീവികൾ ചത്തുപോയി ഞങ്ങൾക്ക് കൃഷിക്കാർക്കറിയാം. ചെയ്യാൻ സർക്കാർ അനുവദിക്കും. ഈ സർക്കാർ സംവിധാനങ്ങൾ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഇനി ഒരു തരത്തിലും ഞങ്ങളെ ജീവിക്കാൻ അനുവദിക്കും. ഇനി ആരെങ്കിലും ഈ പാവപ്പെട്ട കർഷകന് വേണ്ടിയിട്ട് സംസാരിച്ചാലുണ്ടല്ലോ ഉടനെ അവനെ ചീത്ത പറയും. ഇന്ന് ഈ നമ്മൾ ചെലവും കൊടുത്ത് നമ്മുടെ ടിയെയും അല്ലെങ്കിൽ എന്താ ശമ്പളം മേടിക്കുന്ന മന്ത്രി പറയുകയാണ് മെത്രാന്മാര് സംസാരിക്കാൻ പാടില്ല. മെത്രാന്മാരെന്ന ഇന്ത്യൻ പൗരന്മാര്, അവർ അതിനു വേണ്ടിയിട്ട് പരിശീലിപ്പിക്കപ്പെട്ടവരാ. സർക്കാർ പോലെ പരിശീലനം കൊടുത്ത മെത്രാന്മാർ. ഇവിടെ മെത്രാന്മാര് നമ്മളെ ഈ ജേഴ്സി പശുവിനെയും HF പശുവിനെയും ഒക്കെ ഉത്പാദിപ്പിക്കുന്നവർ മെത്രാനാകാനായിട്ട് ഉത്പാദിപ്പിക്കപ്പെട്ടവരല്ല. അവർ ഞങ്ങളെ പോലെ സാധാരണ മനുഷ്യരാണ്, ഞങ്ങളുടെ മക്കളാണ്. എന്ന് മാത്രമല്ല, ഈ ശശിധരന ബൈബിളില് മത്തായിയുടെ സുവിശേഷം 23 അധ്യായം ആരെങ്കിലും ഒന്ന് വായിച്ച് കേൾപ്പിച്ചു കൊടുക്കുക. കർത്താവ് ഈശോയുടെ ഒരു പ്രസംഗമാണ്. നിയമപണ്ഡിതരെ അല്ലെങ്കിൽ ഫരിസേയരെ, പുരോഹിത പ്രമുഖരെ, ഭരണകർത്താക്കളെ എന്നും പറഞ്ഞ് 8 പ്രാവശ്യമാണ് അതിനകത്ത് പറഞ്ഞത്. ഇനി
പഴയ നിയമം മുഴുവൻ, പ്രവാചക ഗ്രന്ഥങ്ങൾ മുഴുവൻ ജനത്തിന്റെ ആവശ്യത്തെ പ്രതി ഭരണകർത്താക്കളെ കുറ്റപ്പെടുത്തുന്ന പ്രവാചക ഗ്രന്ഥങ്ങളാണ്. ഈ പ്രവാചകരുടെ പിന്തുടർക്കാരായിട്ട് യേശു ക്രിസ്തുവിന്റെ പ്രതിനിധിയായിട്ട് ഞങ്ങൾക്കുള്ള മെത്രാന്മാരാണ് ഞങ്ങൾക്ക് വേണ്ടി ഒരു സംസാരിക്കുക. അവര് സംസാരിക്കാൻ പാടില്ല എന്ന് പറയുന്ന മന്ത്രി ഞങ്ങളോട് പറയാണ്, നിങ്ങളെ കൊല്ലപ്പെടും, പക്ഷെ നിങ്ങൾ പ്രതികരിക്കാൻ പാടില്ല. അതുകൊണ്ട് നാളെ മുതൽ മന്ത്രിയോട് ഞാൻ പറയുകയാണ്, മെത്രാൻ സാധാരണ പൗരനാണ്, ഞങ്ങളുടെ സമുദായത്തിന്റെ പ്രതിനിധിയാണ്, കൃഷിക്കാരന്റെ മക്കളാണ്, അവര് പ്രതികരിച്ചിരിക്കും, അവരാണ് ഞങ്ങൾക്ക് വേണ്ടി സംസാരിക്കുക. നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ കേട്ടാൽ മതി, ഇല്ലെങ്കിൽ അടുത്ത ഇലക്ഷനില്, ഇനിയത്തെ പ്രാവശ്യം പഞ്ചായത്ത് ഇലക്ഷന്, നിയമസഭാ ഇലക്ഷന് നിന്റെയൊക്കെ പാർട്ടിക്കാർ ഞങ്ങളുടെ വീട്ടിൽ കൂടെ വോട്ടിന് വരുമ്പം ഞങ്ങൾ അവരോട് സമാധാനം പറയും.